ഈ സുലുവിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിന് എത്തിക്കഴിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനായി ഡോഗ് സ്ക്വാഡും എത്തിയിട്ടുണ്ട്. ആഷ്മി താജ് ഇബ്രാഹിം, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഷ്മി, താങ്കൾ തുടരൂ. ഈ മുണ്ടക്കയിൽ മേഖലയ്ക്ക് എത്തിപ്പെടുകയാണ് അതിപ്രധാനം. എയർഫോഴ്സിന്റെ സുലൂരിൽ നിന്ന് ആദ്യം വന്ന് മടങ്ങിപ്പോയ ഹെലികോപ്റ്ററിൽ വീണ്ടും എത്തുമെന്ന് ഇതാ ഇപ്പോൾ ഡിഫൻസ് അറിയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കാലാവസ്ഥ അത്രത്തോളം മോശമായിരുന്നു. തിരികെ പോയ ഹെലികോപ്റ്റർ തിരികെ വരുന്നത് അങ്ങേയറ്റം ആശ്വാസമില്ല. എസ് കെ ഓർത്തു നോക്കണം, മുണ്ടക്കൈ മേഖലയിൽ ദാ ഈ പറഞ്ഞ 1 മണിക്ക് ഉരുൾപൊട്ടൽ ഉണ്ടായി. മണിക്കൂർ 11 ആകുമ്പോഴും അങ്ങോട്ടേക്ക് കാര്യമായ രക്ഷാസംഘത്തിന് എത്താൻ കഴിയുന്നില്ല. ഈ ദുരന്തത്തിന്റെ അസാധ്യമായ വ്യാപ്തി തിരിച്ചറിയണമെങ്കിൽ അത് മുണ്ടക്കൈ മേഖലയിലേക്ക് മരിച്ചവരുടെ എണ്ണം 57 ഉയർന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിലുണ്ടായ ജീവഹാനി 57 കടക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. വളരെ സ്ഥിരീകരിച്ച റിപ്പോർട്ടാണിത്. 57 പേരുടെ മരണത്തിനാണ് ഇപ്പോൾ വയനാട് സാക്ഷിയായിരിക്കുന്നത്. ഇനിയും മരണനിരക്ക് ഉയരാനാണ് സാധ്യത. പല ആളുകളെയും കാണാനില്ല എന്ന രീതിയിൽ പരക്കം പായുന്ന ബന്ധുജനങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പ്രദേശങ്ങളിലെ കൊണ്ടുണ്ട്. ചൂരമലയിലും അട്ടമലയിലും ഒക്കെ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ എന്തൊക്കെ ദുരിതങ്ങൾ സംഭവിച്ചു കാണില്ല എന്നാണ് ഇപ്പോൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. താങ്കൾക്ക് തുടരാം. എസ് കെ മേപ്പാടി ആശുപത്രി 35, വൈത്തിരിയിൽ 1 മൃതദേഹം, മിംസിൽ 8, മൊത്തം 44, പിന്നെ ഈ ചാലയാറിലുള്ള 13 കൂട്ടി 57 മൃതദേഹം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞത്. എസ് കെ ഇവിടെ പ്രധാനമായും മേപ്പാടി ഹെൽത്ത് സെന്റർ, വിംസ് ആശുപത്രി, മലപ്പുറം ചുങ്കത്തറ ആശുപത്രി, വൈത്തിരി താലൂക്ക് ആശുപത്രി, നിലമ്പൂർ ജില്ലാ ആശുപത്രി, ഈ 5 ആശുപത്രികളിലാണ് മൃതദേഹങ്ങൾ ഉള്ളത്. അതിൽ കുറച്ച് പേരുകൾ കിട്ടുന്നു എസ് കെ. അതിൽ റംലത്ത് 55 വയസ്സ്, അഷ്റഫ് 44 വയസ്സ്, കുഞ്ഞു മുഹമ്മദ് 65 വയസ്സ്, വിജീഷ് 37 വയസ്സ്, സുമേഷ് സലാം 39 വയസ്സ്, ശ്രേയ 19 വയസ്സ്, ലെനിൻ 19 വയസ്സ്, ഗിരീഷ് 50 വയസ്സ്, റുക്സാന 59 വയസ്സ് എന്നിങ്ങനെ തിരിച്ചറിയുന്ന മൃതദേഹങ്ങൾ കിട്ടുന്നുണ്ട്. കൂടുതൽ തിരിച്ചറിയാൻ ബാക്കിയാണ് എസ് കെ. അങ്ങേയറ്റം വേദനാജനകമായ സാഹചര്യം. ഇവിടെ ആ ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ പലതും ഛിന്ന ഭിന്നമാണെന്ന് അറിയാൻ കഴിയുന്നു. അതിൻ്റെ കൈകാലുകൾ വേർപെട്ട നിലയിലൊക്കെയുള്ള വല്ലാത്ത രീതിയിലുള്ള മൃതദേഹങ്ങൾ കിട്ടുന്നു എസ് കെ. അങ്ങനെ കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ പട്ടികയിലേക്ക് ചൂരൽമല പോകുന്നു. ഏറ്റവും പ്രധാനം ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് ഈ ദുരന്തമുണ്ടായി 12 മണിക്കൂറും കൃത്യമായി രക്ഷാദൗത്യ പ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നതിൽ ആകെ ഇപ്പോൾ അവിടെ ഉള്ളത് ഫയർഫോഴ്സിൻ്റെ പ്രവർത്തകർ മാത്രമാണ് എസ് കെ. അതവിടെ മതിയാവില്ല. ഈ കയറുകൾ കെട്ടി പാലം ഉണ്ടാക്കൽ അവിടെ മതിയാകില്ല. ഒരു പാലം നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. ആ പാലം നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോഴും അതീവ ദുഷ്കരമായി തുടരുകയാണ്. അങ്ങേയറ്റം വലിയ കുത്തൊഴുക്ക് അവിടെ തുടരുന്നു. അപ്പോൾ ഈ പാലം നിർമ്മിക്കൽ ഒരു പരിധിവരെ സഹായകരമാകും. അല്ലാതെ ഈ കയറ് കെട്ടി ആ കയറിൽ കൂടി അങ്ങേയറ്റം അവിടെ ഒരു കുന്നിൽ 3 പേർ ആ പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 3 പേർ കുന്നിലുണ്ടെന്ന് പറയുന്നു. അവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന് പറയുന്നു. ഒരു കുന്നിലടക്കം അവിടുത്തെ ട്രീവാലി റിസോർട്ടിലടക്കം മൊത്തം 250 പേർ കുടുങ്ങിക്കിടക്കുന്നു. വേറൊരു റിസോർട്ടിൽ 200ഓളം പേരുണ്ടെന്ന് പറയുന്നു. എസ്കേൻ അവിടെ ഈ കുറേയധികം റിസോർട്ടുകളും ഹോം സ്റ്റേകളുമുള്ള സ്ഥലമാണ്. അവിടങ്ങളിൽ എത്ര പേർ കൃത്യമായി കുടുങ്ങിക്കിടക്കുന്നു എന്ന കണക്ക് പോലും ഇപ്പോൾ ഇല്ല. നമ്മളവിടെ കുടുങ്ങിക്കിടക്കുന്ന ഫോണിൽ വിളിച്ച് അറിയിക്കുമ്പോൾ മാത്രമാണ് ഇന്ന മേഖലയിൽ ഇത്ര പേരുണ്ടെന്ന് അറിയുന്നു. ഹാരിസന്റെ തോട്ടത്തിൽ 700 തൊഴിലാളികളെ അവർ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് പേർ ആ മേഖല കുടുങ്ങിക്കിടക്കുകയാണ് സ്കേൻ. ഈ മുണ്ടക്കൈ മേഖലയിലോട്ട് രക്ഷാദൗത്യം എത്തുമ്പോൾ മാത്രം ഈ അപകടത്തിന്റെ യഥാർത്ഥ വ്യാപ്തി നോക്കണം. ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നത് ഇമ്പാക്റ്റ് മേഖലയിലാണ്, ചൂരൽമല എന്ന് പറയുന്ന മേഖലയിലാണ്. അവിടെ നല്ല രീതിയിൽ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. മുണ്ടക്കൈ മേഖലയിലേക്ക് അല്പസമയത്തിനകം ഈ പറയുന്ന ഹെലികോപ്റ്ററിൽ എത്താൻ കഴിയുമെന്ന് അറിയുന്നു. അവിടെ സാധ്യമാവുന്ന എയർ റെസ്ക്യൂ മാത്രമാണ്. ഈ പാലം പണി പൂർത്തിയാവുന്നില്ലെങ്കിൽ സാധ്യമാവുന്ന എയർ റെസ്ക്യൂ മാത്രമാണ്. ഒരു തവണ അങ്ങോട്ടേക്ക് എത്താൻ ശ്രമിച്ചു, പക്ഷേ കാലാവസ്ഥ അനുവദിക്കുന്നില്ല. അതിനുശേഷം അത് കോഴിക്കോട് വന്ന് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. വീണ്ടും ഡിഫൻസ് അറിയിക്കുന്നത് കാലാവസ്ഥ അല്പമൊന്ന് മെച്ചപ്പെട്ട ശേഷം വീണ്ടും ഹെലികോപ്റ്ററിൽ അങ്ങോട്ടേക്ക് പോകാൻ ഒന്ന് ശ്രമിക്കുമെന്ന് പറയുകയാണ്. എയർലിഫ്റ്റിംഗ് മാത്രമേ സാധ്യമായുള്ളൂ. പക്ഷേ നമ്മുടെ ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ ഈ മുണ്ടക്കൈ മേഖലയിലുണ്ട്.